പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, മുഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിയാകണമെന്ന ലക്ഷ്യത്തോടെ 7-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്ന ഒരു ബാലിക. ഇളയച്ചൻ തക്ക സമയത്ത് ഇടപെട്ടതിനാൽ തിരിച്ചെത്തി. 18-ാം വയസ്സിൽ പിതാവിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് തന്നെ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. ആരാണ് ഈ യുവതി? ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രാർത്ഥനയുടെ ഉന്നത പടവുകൾ ചവിട്ടിക്കയറിയ ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ രചിച്ചു. കർമ്മലീത്ത സഭ നവീകരിച്ചു. 1559 സ്രാപ്പേൻ മലഹ ജ്വലിക്കുന്ന കുന്തം കൊണ്ട് ആ ഹൃദയം പിളർന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? റോമാലേഖനം 8:35 ആ ജീവിതത്തിൽ അർത്ഥപൂർണമായി. നമുക്കും ദൈവത്തോടൊത്ത് മുന്നേറണ്ടേ? പ്രതിസന്ധികളിൽ തളരാമോ? പാടില്ല. ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ഈ ബോധ്യം നമുക്ക് ധൈര്യം പകരും. ധീരതയോടെ സഹനത്തിൻ്റെ വേദികളിൽ മുന്നേറണ്ടേ? പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും.